മേഖലയിൽ ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടെ നമ്മുടെ ലോകം അടിസ്ഥാനപരമായ പല മാറ്റങ്ങൾക്കും ഇതിനകം തന്നെ വിധേയമായി കഴിഞ്ഞു. AI സാങ്കേതിക വിദ്യകളുടെ സംയോജനം യുദ്ധത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിച്ചു കഴിഞ്ഞു. AI സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലെ ആഗോള ശക്തികളുടെ കിടമത്സരങ്ങൾക്കും ലോകം സാക്ഷിയാവുകയാണ്. ഇതിനിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ വികസിപ്പിക്കുന്നതിന് ചൈനയുമായി സഹകരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. ഇതിനായി രാജ്യത്തെ സർക്കാരിനോടും ഏറ്റവും വലിയ ബാങ്കും ടെക് ഇന്നോവേറ്ററുമായ സ്പെർബാങ്കിനും പുടിൻ നിർദ്ദേശങ്ങൾ നൽകിയതായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബറിൽ നടന്ന AI പ്രമേയ കോൺഫറൻസിന് ശേഷമാണ് ഇതു സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുടിൻ പുറപ്പെടുവിച്ചത്. പ്രധാനമന്ത്രി മിഖായേൽ മിഷുസ്റ്റിനെയും സ്പെർബാങ്ക് CEO ഹെർമൻ ഗ്രെഫിനെയുമാണ് ഇതിനായി പുടിൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2025ഓടെ ഇതിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് രാജ്യം കരുതുന്നത്. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെട്ട ചൈനയുടെ AI വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനാണ് കൂടുതലായും ഈ തീരുമാനം കൊണ്ട് റഷ്യയും ലക്ഷ്യം വെക്കുന്നത്. ബാങ്കിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനായ അലക്സാണ്ടർ വേദ്യാക്കിൻ അടുത്തിടെ ചൈനയുടെ AI മുന്നേറ്റങ്ങളെ സ്പെർബാങ്കിന്റെ ഉയർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. സമീപ വർഷങ്ങളിലൊക്കെ തന്നെ റഷ്യ തങ്ങളുടെ സൈനിക മേഖലകളിലടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നതിൽ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ദ്രുതഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന AIയുടെ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനും ആഗോളതലത്തിൽ റഷ്യയുടെ പ്രസക്തി നിലനിർത്താനും വേണ്ടിയാണ് ചൈനയുമായുള്ള റഷ്യയുടെ കൂട്ടുകെട്ട്. ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു AI അലയൻസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കാനാണ് പുടിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നൂതന മൈക്രോ ചിപ്പുകളിലേക്കും മറ്റ് നിർണായക സാങ്കേതിക വിദ്യകളിലേക്കും പ്രവേശനം തടഞ്ഞ പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയുടെ AI വികസനത്തെ തടയിടാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നിയന്ത്രണങ്ങൾ റഷ്യൻ കമ്പനികളെ വളരെ കുറഞ്ഞ നിലവാരമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് AI സൃഷ്ടിക്കാൻ നിർബന്ധിതരാക്കി. AI വികസനത്തിന് അത്യന്താപേക്ഷിതമായ GPUകൾ മാറ്റി സ്ഥാപിക്കുന്നത് പ്രത്യേകിച്ചും വെല്ലുവിളി നിറഞ്ഞതാണെന്ന് സ്പെർബാങ്ക് CEO ഹെർമൻ ഗ്രെഫ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനും വലിയ ഉപരോധങ്ങളുമായി എത്തിയിട്ടും പുടിന്റെ മുന്നിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുട്ടുമടക്കാനേ യോഗമുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം തടയണകളൊക്കെ പുടിന് പുഷ്പം പോലെ എടുത്തു മാറ്റാവുന്നതേയുള്ളൂ. ചൈനയുമായി കൂട്ടുകൂടുന്നതിലൂടെ AIയിലും മികച്ച നേട്ടങ്ങൾ റഷ്യക്ക് നിസ്സാരമായി കൊണ്ടുവരാനാകും. AIയിലെ ചൈനയുടെ നേതൃത്വവും നൂതന ഹാർഡ്വെയറുകൾ രാജ്യത്തേക്ക് എത്തുകയും ചെയ്യുന്നതോടെ AI വികസനമെന്ന ആ ഒരു ഉപരോധവും റഷ്യ മറികടക്കും. മാത്രമല്ല ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട AI അലയൻസ് നെറ്റ്വർക്ക് ലക്ഷ്യമിടുന്നത്. ഈ സംരംഭം റഷ്യയെ പാശ്ചാത്യ സാങ്കേതിക വിദ്യ അതിവേഗം സ്വായത്തമാക്കാനും AI ഗവേഷണത്തിൽ പുരോഗതി കൈവരിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. സൈനിക പരിശീലനങ്ങളും കൃത്യമായ തയ്യാറെടുപ്പുകളും കൊണ്ട് തന്നെ റഷ്യയുടെ മുന്നൊരുക്കങ്ങളെയും പ്രത്യാക്രമണങ്ങളെയും നേരിടാൻ ശത്രുരാജ്യങ്ങൾ വിയർക്കുകയാണ്. അതിനിടയിൽ AI സാങ്കേതിക വിദ്യ കൂടി റഷ്യ സൈനികരുടെ പടയൊരുക്കങ്ങളിൽ കൊണ്ടുവന്നാൽ ശത്രുക്കൾ ശരിക്കും വിയർക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അതിനിടയിൽ AI സാങ്കേതിക വിദ്യ കൂടി റഷ്യ സൈനിക പടയൊരുക്കങ്ങളിൽ കൊണ്ടുവന്നാൽ ശത്രുക്കൾ ശരിക്കും വിയർക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ആഗോള AI സൂചികയിൽ നിലവിൽ റഷ്യ 31ാം സ്ഥാനത്താണ്. AIയുമായി ബന്ധപ്പെട്ട് ചൈനയുമായുള്ള സഹകരണം റഷ്യയുടെ നില മെച്ചപ്പെടുത്തുന്നതിനും പാശ്ചാത്യ ശക്തികളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളും പ്രവർത്തനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനും യുദ്ധക്കളത്തിൽ ഒരു മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കുന്നതിനും സൈനിക മേഖലകളിൽ റഷ്യ കൊണ്ടുവന്ന AI സംവിധാനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. തത്സമയ ഡാറ്റയും AI അൽഗോരിതങ്ങളും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ഓട്ടോണോമസ് ആളില്ല ആകാശ വാഹനങ്ങൾ, ആളില്ല ഗ്രൗണ്ട് വെഹിക്കിൾ, ആളില്ല അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്നിവ AIയുടെ സഹായത്തോടെ റഷ്യ വികസിപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാനും അപകട സാധ്യതകൾ തിരിച്ചറിയാനും സഹായിക്കുന്ന AI പവർഡ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിന്റെ ഉപയോഗം റഷ്യയെ യുദ്ധത്തിൽ കാര്യമായി തന്നെ സഹായിച്ചിട്ടുണ്ട്. AI പ്രാപ്തമാക്കിയ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ ശത്രുക്കളുടെ മുന്നേറ്റം തടയാനും റഡാർ നാവിഗേഷൻ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താനും നിർവീര്യമാക്കാനും റഷ്യക്ക് കൂടുതൽ കരുത്തായി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം സൈന്യത്തിനിടയിൽ മാത്രമല്ല സൈബർ ഇടങ്ങളിലും വ്യാപകമായി നടക്കുന്നുണ്ട്.
യുദ്ധത്തിൽ AI-യുടെ സ്വാധീനം രഹസ്യാന്വേഷണ ശേഖരണത്തിലും ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിലുമാണ്. സങ്കീർണമായ ചുറ്റുപാടുകളിലൂടെ സ്വയം നാവിഗേറ്റ് ചെയ്യാനും ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും ആക്രമണത്തിന് ശേഷമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താനും കഴിയുന്ന സെമി ഓട്ടോണമസ് ഡ്രോണുകൾ റഷ്യ ഉപയോഗിച്ചത് യുക്രൈൻ ഉയർത്തിയത് വലിയ തരത്തിലുള്ള വെല്ലുവിളികളാണ്. ഡ്രോണുകളിൽ AI ഉപയോഗിക്കുന്ന രീതി റഷ്യ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ അത് യുക്രൈന് ഭാവിയിലെ സംഘർഷങ്ങൾക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. 2022 യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ റഷ്യ യുക്രൈനെതിരായ സൈബർ ആക്രമണങ്ങളിൽ കാര്യമായ നേട്ടം കൈവരിക്കുകയും യുക്രൈന്റെ ഉറക്കം കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൈബർ ആക്രമണത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ യുക്രൈൻ പല വഴികൾ തിരഞ്ഞെങ്കിലും റഷ്യയുടെ അത്ര AI മുന്നേറ്റമില്ലാത്തത് വൻ തിരിച്ചടികളാണ് യുക്രൈന് നൽകിയത്. ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധത്തിലും സൈബർ ഇടങ്ങളിലും റഷ്യയുമായി മുട്ടിനിൽക്കാൻ തുടക്കം മുതലേ കഴിയാതിരുന്ന യുക്രൈന് ഇനി റഷ്യ ചൈനയുമായി കൂടി ചേർന്ന് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ ചുവടുറപ്പിച്ചാൽ അതൊരു പക്ഷേ പൂർണ്ണ തോതിലുള്ള പരാജയത്തിലേക്ക് തന്നെ വഴിവെച്ചേക്കാമെന്നതിൽ സംശയമൊന്നുമില്ല. ജിയോസ്പേഷ്യൽ ഇന്റലിജൻസ്, ആളില്ലാ സംവിധാനങ്ങളുള്ള പ്രവർത്തനങ്ങൾ, സൈനിക പരിശീലനം, സൈബർ യുദ്ധം എന്നിവയ്ക്കായുള്ള AI സൊല്യൂഷനുകൾ യുദ്ധക്കളത്തിൽ യുക്രൈൻ നേരിട്ട പ്രധാന വെല്ലുവിളികളായിരുന്നു.